യേശുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ യേശു ഭൂമിയിൽ അവതരിച്ച് പീഡ സഹിച്ചതിൻ്റെ രഹസ്യം ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമ്മൾ പതനത്തിലേക്ക് പോയപ്പോൾ അതിൽ നിന്നും ദൈവം നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ശുദ്ധ കന്യാമറിയത്തിൽ നിന്നും ദൈവം ഭൂജാതനായി വളർന്ന് നമ്മുടെ ഇടയിൽ മനുഷ്യനെ പോലെ ജീവിച്ച് അവിടുന്ന് പീഡ സഹിച്ച് നമുക്ക് വേണ്ടി മരണം വരികയാണ്. ആ യേശുവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ ഛായയും സാദൃശ്യവും നമുക്ക് തിരികെ തരുവാനാണ് അവിടുന്ന് ഇതെല്ലാം ചെയ്തത്. വിശുദ്ധ തോമസ് അക്വീനോസ് എഴുതുന്നുണ്ട്, അയ്യോ ഭാഗ്യപ്പെട്ട അപരാധമേ എന്നാണ് വിളിക്കുക. ഞങ്ങൾക്ക് ഇത്ര വലിയൊരു രക്ഷകനെ അതിലൂടെ ലഭിച്ചു എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം യേശു ദൈവം തന്നെ ആയിരുന്നിട്ടും അവിടുന്ന് ഇറങ്ങി വരികയാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ആ നീതി അവരുടെ നഷ്ടപ്പെട്ടപ്പോൾ അതുവരെ അവർ ദൈവത്തോടൊപ്പം സ്വതന്ത്രരായിരുന്നു. ആ ദൈവത്തിന് നേരെയും അവർ കൈ ഉയർത്താതിരിക്കുവാൻ വേണ്ടി ദൈവം അവരെ പുറത്താക്കി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-ഉം 24-ഉം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യനെ പുറത്താക്കിയതിന് ശേഷം ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവിടുന്ന് കെരൂബിനെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും അതെ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ കെരൂബിനെ അവിടുന്ന് കാവൽ നിർത്തുകയാണ്. കാരണം ഇനിയും മനുഷ്യൻ പാപം ചെയ്ത് അഹങ്കരിക്കുവാൻ ഇടയാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ പുറത്താക്കിയത്. ആ ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവിടുന്ന് കെരൂബിനെ കാവൽ നിർത്തുകയാണ്. നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോഴും യേശുവിലൂടെ മാത്രമാണ് നമുക്ക് ജീവനും രക്ഷയും. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാൾ അവിടുന്ന് സ്ഥാപിച്ചു. യേശുവാകുന്ന വചനം, യേശുവാകുന്ന ജീവൻ, യേശുവാകുന്ന സത്യം, ഇതിലൂടെ മാത്രമേ നമുക്ക് ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു അതാണ് വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയില്ല. ആ യേശുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ജീവൻ്റെ വൃക്ഷമായ നിത്യജീവനെ സ്വന്തമാക്കണമെങ്കിൽ യേശുവിനെ നമ്മൾ സ്വന്തമാക്കണം. അതാണ് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഈശോയുടെ അവസാന യാത്രയ്ക്ക് മുമ്പായിട്ട് ഈശോ പറയുകയാണ്, ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ആ യേശുവിനെ അറിയുക, യേശുവിനെ വിശ്വസിക്കുക, ഇതാണ് നിത്യജീവൻ. ഈ യേശുവിലൂടെയാണ് നമുക്ക് ആ ജീവൻ തരുന്നത്. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാൾ അവിടുന്ന് സ്ഥാപിച്ചു. ക്രിസ്തുവിൻ്റെ വചനമാണ് ഈ വാള്. അതാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ഓരോ ദിവസവും ധ്യാനിക്കുമ്പോൾ ആ വചനം നമ്മിൽ പ്രവേശിക്കുമ്പോഴാണ് അവിടെ ദൈവിക പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. പരിശുദ്ധ കന്യാമറിയത്തിൽ ദൈവത്തിൻ്റെ വചനം മാംസമായി യേശുവിനെ ഭൂമിയിൽ അവതരിക്കുകയാണ്. അതിലൂടെ അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഒരു ഒറ്റ വചനത്താൽ അവിടുന്ന് ലോകത്തെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ വചനം ശക്തിയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പ്രഖ്യാപിക്കുകയാണ്. ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് രക്ഷയായി ഭവിക്കുകയാണ്. വിശ്വാസത്തെ രാഹിത്യത്തോടും അവിശ്വാസത്തോടും കൂടി നമ്മൾ ഈ വചനത്തെ സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് തകർക്കുന്ന ഒരു ആയുധമായി മാറുകയാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. രണ്ട് സൈഡിലും
നമുക്ക് മുറിവേൽപ്പിക്കത്തക്ക വിധം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അങ്ങനെ കർത്താവിൻ്റെ വചനം ഇരുതല വാളാണ്. അത് ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളും മജ്ജയിലും എല്ലാം തുളച്ചു കയറുന്നതുമാണ്. യെശയ്യാ 55:11 പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനം അവിടുത്തെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതാണ് യെശയ്യാ 55:10-13 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്. മഴയും മഞ്ഞും ആകാശത്തുനിന്ന് വരുന്നു, അത് അങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഭക്ഷിക്കാൻ നമുക്ക് ആഹാരം തരുന്നു, വിത്തുകൾ മുളപ്പിക്കുന്നു. ഇതുപോലെയാണ് കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനങ്ങളും. ഫലരഹിതമായി തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അത് വിജയപ്രദമായി ചെയ്യുകയും ചെയ്യും എന്നാണ് കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് പറയുക. ഈ വചനത്തെ നമ്മൾ വിശ്വസിക്കണം. കാരണം ഈ വചനത്തിൽ കൂടെ മാത്രമേ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. ഓരോ പാപത്തിൽ നിന്നും നമ്മെ വെട്ടി ശുദ്ധീകരിക്കുന്നതാണ്. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാൾ അവിടെ സ്ഥാപിക്കപ്പെട്ടു. എല്ലാ വശത്തേക്കും കറങ്ങുന്നത്. കാരണം ഒരു പാപത്തിനും അശുദ്ധിക്കും വഞ്ചനയ്ക്കും കപടതയ്ക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നന്മയുടെ ഒരു പൂർണ്ണ രൂപമാണ് ഈശോ. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ അവൻ രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. യേശു സ്വയം ഇല്ലാതായി ലോകത്തെ മുഴുവൻ രക്ഷിച്ച് അവൻ രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു. എളിമയിലൂടെ സ്വയം ഇല്ലാതാകലിലൂടെ സാത്താൻ്റെ തല തകർത്തവനാണ് നമ്മുടെ കർത്താവ്. യേശുവിലൂടെ നമുക്ക് ഈ ജീവൻ്റെ വൃക്ഷം അവിടെ നമുക്ക് തരികയാണ്. യേശുവിലൂടെ നമുക്ക് സ്വർഗീയ മന്ന, ആ ദൈവത്തിൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് തരികയാണ്. അതാണ് ഈശോ പീഡ സഹിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടി അവിടുന്ന് ആ പെസഹ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിലൂടെ അവിടുന്ന് സ്വയം ബലിയാടും ബലി അർപ്പകനും സ്വയം ആകുകയാണ് യേശു. ആ ജീവൻ്റെ വൃക്ഷമാണ് അവിടുന്ന് നമുക്ക് നൽകിയത്. അതേസമയം നമുക്ക് നമ്മളിൽ സ്വാർത്ഥത, അഹങ്കാരം, തന്നിഷ്ടം, പാപങ്ങളെല്ലാം നമ്മിൽ വരുമ്പോൾ ആ ക്രിസ്തുവിനോട് നമുക്ക് അടുക്കുവാൻ സാധിക്കുകയില്ല. ഇതിൽ നിന്നെല്ലാം ഒരു ശുദ്ധീകരണമാണ് നമുക്ക് ലഭിക്കുക. അതാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഈശോ നമ്മളോട് പറയുന്ന ഓരോ വചനത്തിലൂടെയും യേശുവിലൂടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു, നീതീകരിക്കപ്പെടുന്നു, നമ്മൾ പവിത്രീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുകയാണ് യേശുവിൻ്റെ വചനത്തിലൂടെ, യേശുവിൻ്റെ വിശുദ്ധ കൂദാശയിലൂടെ, വിശുദ്ധ ബലിയിലൂടെ നമുക്ക് ആ നിത്യജീവൻ ലഭിക്കുകയാണ്. യേശു മനുഷ്യരാശിക്ക് വേണ്ടി എത്രമാത്രം താഴാൻ പറ്റുമോ അത്രമാത്രം അവിടുന്ന് താങ്ങും. അതുകൊണ്ടാണ് ഈശോയുടെ രാജ്യം എപ്പോഴും സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധിയുടെയും വിശുദ്ധിയുടെയും ഒക്കെ രാജ്യമാണ്. അതേസമയം സാത്താൻ്റെ രാജ്യം അവിശ്വസ്തത, അഹങ്കാരം, പാപം, സ്വാർത്ഥത, ഇതെല്ലാം മുളയെടുക്കുന്നതാണ്. അതാണ് ഈശോ പറയുന്നത്, അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. കള്ളത്തരം, കൊലപാതകം, അശുദ്ധി, എല്ലാവിധ തിന്മകളും അതിൻ്റെ അകത്തുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ട് ആ നിത്യജീവൻ സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ നമ്മളെ കഷ്ടതകളിലൂടെ, വേദനകളിലൂടെ എല്ലാം നമ്മളെ കടത്തിക്കൊണ്ട് പോകുക. അപ്പോൾ ഓരോ വേദനകളിലും നമ്മൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ആ നന്ദി അർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വാസമർപ്പിക്കുക. കാരണം ഓരോ വേദനകളും ഓരോ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ദൈവം നമുക്ക് നന്മയ്ക്കായി മാറ്റുകയാണ്. കാരണം ക്രിസ്തുവിനെ നമ്മൾ ആശ്രയിക്കുമ്പോൾ, ക്രിസ്തുവിനെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ യേശുവിലൂടെ നമുക്ക് ആ ജീവനും രക്ഷയും നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേദനകളിലൂടെയൊക്കെ കടന്നു പോവുക. അതാണ് ആ നീതിയുടെ രാജാവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ യെശയ്യാ 11:4 പറയാണ്, ദരിദ്രനെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവനോട് അവൻ നീതിപൂർവം വർത്തിക്കും, ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രകരിക്കും, അവൻ്റെ മൊഴി ദുഷ്ടനെ നിഗ്രഹിക്കും. ആ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം
ആജ്ഞാദണ്ഡ്, അവിടുത്തെ മൊഴി, ഇതെല്ലാം ദുഷ്ടനെ നിഗ്രഹിച്ചു കളയുന്നതാണ്. തിന്മയെ ഇല്ലാതാക്കുന്നതാണ് കർത്താവിൻ്റെ ആ വചനം. അതാണ് ഈശോ. അതാണ് യേശുവിലൂടെ മാത്രമാണ് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമുക്ക് ലഭിക്കുക. ഈശോ നമ്മളെത്ര പാപം ചെയ്താലും ആ കർത്താവിൻ്റെ കരുണ നമ്മളെ എപ്പോഴും മാടി വിളിക്കുന്നുണ്ട്. അതാണ് നമ്മൾ പാപികൾക്ക് വേണ്ടി, യേശുവിനെ അറിയാത്തവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനകൾ ദൈവത്തോട് യാചിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുകയാണ്. ഈ കരുണയിലൂടെയാണ് അവർ കൃപയിലേക്കും ജീവനിലേക്കും രക്ഷയിലേക്കും വരുന്നത്. ക്രിസ്തുവിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കുവാൻ, എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാൾ അവിടുന്ന് സ്ഥാപിച്ചു. ആ വിശുദ്ധ വചനത്തിൽ കൂടെ നമ്മൾ ഓരോരുത്തരും കടന്ന് ദൈവവുമായിട്ട് ഒന്നായി തീരുവാൻ, നമ്മളിലെ തിന്മകളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തോട് ചേരുവാൻ. അങ്ങനെ നമ്മൾ സഭയുടെ പ്രബോധനങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, നമുക്ക് മരണശേഷം ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട്. കാരണം നമ്മൾ ചെയ്ത ഓരോ പാപത്തിനും അവിടെ കിടന്ന് നമ്മൾ പരിഹാരം അനുഭവിക്കണം. ആ ശുദ്ധീകരണത്തിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രിസ്തുവിൻ്റെ വചനത്തിലേക്കും വിശുദ്ധിയിലേക്കും സത്യത്തിലേക്കും നീതിയിലേക്കും നമ്മളെ നയിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.